കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് പച്ചത്തക്കാളി തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള തോരനുമാണ്. ഇതും ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ തക്കാളിക്ക് അരിയുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ അരപ്പൊന്ന് ശരിയാക്കി വെക്കണം. കാരണം അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പിന്നെ അങ്ങ് കുക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഈ പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുകയാണ്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കുമ്പം ഒരുപോലെ ചതയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, ഒരു 2-3 ചുമന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ മാത്രം ജീരകം വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അത് ഓപ്ഷനിലാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ. നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. ഞാനിതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി അരിയുമ്പോൾ ഒരുപാട് വലിയ കഷ്ണമായിട്ട് അരിയരുത്, ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. എന്നാൽ തീരെ അങ്ങ് ചെറുതായി പോകരുത്, അന്നേരം അത് കുഴഞ്ഞു പോകും. അപ്പം ഞാൻ അരിയുന്നത് ഇങ്ങനെയാണ് ഞാൻ അരിയുന്നത്, ഇത്രയും കട്ടിയിൽ. അത് മാറ്റി 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 ഇങ്ങനെ അരിയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം, പക്ഷേ അത് ഒരുപാട് കട്ടിയിൽ ആയാലും പ്രശ്നം. ഒരുപാട് കട്ടി കുറച്ചങ്ങ് അരിഞ്ഞു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും. അപ്പം അതുപോലെ അരിയുക. പച്ചത്തക്കാളി തോരൻ വയ്ക്കാമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ഒന്ന് വെച്ച് നോക്കണേ, അത് മാത്രം മതി ചോറുണ്ണാൻ. ഞാൻ ഈ തക്കാളിയുടെ സൈസ് അനുസരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് അരിഞ്ഞ് ഏകദേശം ഒരുപോലെ അരിയുകയാണിത്. തക്കാളി പച്ചയാണെങ്കിൽ കണ്ടോ, നല്ല വെള്ളമൊക്കെ കുറവായിരിക്കും. അത് ഓൾമോസ്റ്റ് അങ്ങ് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പഴുത്തതാണെങ്കിൽ വെള്ളം ഒരുപാട് കാണും, അപ്പോഴത്തേനാകെ കുഴഞ്ഞൊക്കെ ഇരിക്കും. അതുകൊണ്ട് പച്ചത്തക്കാളി എന്ന് പറയുമ്പം പച്ചത്തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കണം. തക്കാളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി അരിയാൻ തുടങ്ങി. ഇനി ഉള്ളി ഞാനിങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ടാണ് അരിയുന്നത്. നിങ്ങൾക്ക് സൗകര്യം പോലെ അത് അരിയാം, പക്ഷേ ചെറുതായിട്ട് അരിയണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഉള്ളി പൊളിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ സവാള ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും കറിക്ക് ടേസ്റ്റ് കൊച്ചുള്ളി തന്നെയാണ്. കണ്ണ് നല്ല റെഡിക്ക് നീറുന്നുണ്ട്, പക്ഷേ രക്ഷയില്ല. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യണം, മറക്കരുത്. കരഞ്ഞുകൊണ്ടാണെങ്കിൽ ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചു. തിക്കായിട്ടുള്ള ബേസുള്ള ഒരു പാൻ വയ്ക്കാം. പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കടുകിടാം. അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് കുറച്ചുള്ളി, കടുക് വറക്കുന്നത് ആദ്യമേ ചെയ്യുന്നതാണിത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ വന്നാൽ മതി. മൂത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്കിടാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിന് പകരം സവാള ഇട്ടാലും മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ ഉള്ളിക്കകത്തിടുക. ഇതൊന്ന് ചെറുതായിട്ട് വഴലട്ടെ. ഏകദേശം 1/2 കിലോ പച്ചത്തക്കാളിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ ഉള്ളിയും എടുത്തത്. അല്ലെങ്കിൽ തക്കാളിക്ക കൂടുതൽ വരുമ്പോഴത്തേന് കുഴഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന, അതായത് തുള്ളി വെള്ളം പോലും ഇല്ലാതെ അരയ്ക്കണം. അരപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളിക്ക ഇടാനുള്ള ബേസ് ശരിയാക്കിക്കൊണ്ട് വരികയാണ്. വെള്ളം നല്ലപോലെ ഒന്ന് പറ്റിക്കോട്ടെ. അപ്പോഴത്തേന് വെള്ളവും പറ്റും, തേങ്ങയൊക്കെ കുറച്ച് വേകുകയും ചെയ്യും. ഇത് നന്നായിട്ട് തോർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചത്തക്കാളിക്ക് അങ്ങിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അടയ്ക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി ഇതൊന്ന് വേവിച്ചാൽ മതി. തന്നെയല്ല, ഇതിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പിടിക്കത്തൊന്നുമില്ല. തീ വളരെ കുറച്ച് വെക്കണതിന്. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്താൽ മതി. അടയ്ക്കണ്ട, പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. നമ്മുടെ പച്ച തക്കാളി തോരൻ റെഡിയാണ്. വെള്ളമൊന്നും പിടിക്കാതെ, അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിൽ പറ്റിപ്പിടിക്കാതെ നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഈ പടപടാന്ന് പൊട്ടുന്ന ഒരു ശബ്ദം പോലെ കേൾക്കത്തില്ലേ, അതിൻ്റെ അർത്ഥം വെള്ളമെല്ലാം പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.